നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷം ഈ മാസം അവസാനത്തോടെ കേരളത്തിൽ എത്തിച്ചേരും. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട് നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. കാലവർഷം മെയ് 31 കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 6-7 ദിവസം ഇടിമിന്നൽ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ അതിതീവ്രമായ മഴയ്ക്കും മെയ് 19 മുതൽ 22 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ച സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കാരമുക്ക് പൂതൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഞായറാഴ്ച ആഘോഷിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചലോഹ തിടമ്പിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്നിവ നടന്നു. തുടർന്ന് കലശാഭിഷേകം, കളഭാഭിഷേകം, എഴുന്നള്ളിപ്പ്, പറനിറക്കൽ, പ്രസാദഊട്ട് എന്നിവയുണ്ടായി. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ പാനകനിവേദ്യം, തായമ്പകയും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി പഴങ്ങാമ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി പി വേണു, ട്രഷറർ കെ സൂര്യനാരായണൻ, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് വിക്രഞ്ചേരി ധർമ്മശാസ്ത്ര ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, കലശപൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രതന്ത്രി CK നാരായണൻകുട്ടി ശാന്തി, പുത്തൻകാട്ടിൽ കണ്ണൻ ശാന്തി, ക്ഷേത്രം മേൽശാന്തി ബിജു ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ VR ത്രിവിക്രമൻ, VK സുന്ദരൻ, VV സുധാകരൻ, VS ഗോപാലകൃഷ്ണൻ, VR ശശിധരൻ, VV വിശ്വംഭരൻ, VB വ്യാസൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം തമ്പാൻകടവ് മയൂർ ഭദ്രകാളി ദുർഗാ ഭഗവതി കരിങ്കുട്ടി സ്വാമി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല സമൂഹാർച്ചന നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, തുടർന്ന് വിദ്യാഗോപാല സമൂഹാർച്ചന എന്നിവ നടന്നു. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി സനീഷ് ജഗന്നിവാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷാരോൺ, സുൻസിൻ ശാന്തി എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് പ്രസന്നൻ മയൂർ, കൃഷ്ണൻകുട്ടി, വത്സല, കണ്ണൻ മയൂർ, രമ മയൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ
വിദ്യാമാംചും പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശ്വര വിദ്യാമാംചും പ്രയച്ഛ മേ. കുട്ടികളിലെ മാനസികോല്ലാസവും കായികക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി കാഞ്ഞാണി പാന്തോട് സർഗോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് സോഷ്യൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴങ്ങാപ്പറമ്പ് പാർത്ഥസാരഥി ക്ഷേത്ര ഹാളിൽ നടത്തിയ ക്യാമ്പ് ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രണവ് റോഷൻ അധ്യക്ഷനായി. കുട്ടികളിലെ പൗരത്വബോധവും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വാടനപ്പള്ളി GFUP സ്കൂൾ അധ്യാപിക VB ജ്യോതി ക്ലാസ് നയിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ, സെക്രട്ടറി വിഷ്ണു ശങ്കർ, ട്രഷറർ സാനിഷ് സാരഥി, കൺവീനർ സൂരജ് സത്യൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School. The joy of learning. ചേട്ടാ, ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കണ്ണൂരിൽ വെച്ച് നടന്ന ആദിശങ്കര അന്താരാഷ്ട്ര നൃത്ത മത്സരത്തിൽ സെമി ക്ലാസിക്കൽ മൈനർ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയ അഗ്നിശിക ജിതേഷിനെ യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി ആദരവ് നൽകി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ, സുമേഷ് പാനാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. തീർച്ചയായിട്ടും പാലപ്പെട്ടി അമ്പലത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് മനോഹരമായി നൃത്തച്ചുവടുകൾ വെച്ച് പിന്നീട് തൃശ്ശൂരിലേക്കും പിന്നീട് കണ്ണൂരിലേക്കും കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കുമൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചുകുട്ടി അഗ്നിശിക ഡാൻസുമായി പോകുന്നത് ഏറെ സന്തോഷകരമായ മുഹൂർത്തമാണ്. എല്ലാവരിലും കല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിന് ഏറെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. കഴിമ്പ്രം വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട് നടന്നു. മഹാഗണപതി ഹവനം, വിഷ്ണുപൂജ, വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയുണ്ടായി. 6 മാസം മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികനായി. ശാന്തിമാരായ ഷിനോജ്, ഗോകുൽ എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു ഭക്തിപ്രധാനമായിട്ടുള്ളൊരു തൃപ്തി വരണില്ല, ഭക്തി വരണില്ല. ഒന്നിനും പുരാണങ്ങൾ പല എഴുതിയിട്ടുണ്ടെങ്കിലും വായിക്കുമ്പോഴൊരു ഭക്തി വരണില്ല. അപ്പോൾ നാരദ മഹർഷിയാണ് ഉപദേശം കൊടുത്തത്. ഭാഗവതം എന്നുള്ള പേരിൽ ശ്രീകൃഷ്ണൻ്റെ കഥകൾ കോർത്തിണക്കിക്കൊണ്ടൊരു പുരാണം എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഈ ഭാഗവതം ഉണ്ടായത്. വടനപ്പള്ളി നവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും കേശദാനവും രക്തദാനവും സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നൌഫൽ വലിയകത്ത് അധ്യക്ഷനായി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത്, രേഖ അശോകൻ, ക്ലബ്ബ് പ്രസിഡന്റ് സലാഹുദ്ദീൻ, അസീസ് കമറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യന് വളരെ ആവശ്യമായ നിരവധി രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളോ അതിനാവശ്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ആവശ്യമായ ചികിത്സാ സംവിധാനമാണ് ഇവിടെ ഈ ക്യാമ്പ് വഴി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജീവിതശൈലീ രോഗം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളിൽ കൊളസ്ട്രോള്, അതേപോലെ ഷുഗർ, അതുപോലെ മറ്റ് തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങൾ, നേത്രദാനം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേശദാനം അതുമായി ബന്ധപ്പെട്ട പരിപാടി, അതേപോലെ നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടാണ്. കാരമുക്ക് ഒഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗോളടി രാവ് എന്ന പേരിൽ നടത്തുന്ന ഫുട്ബോൾ
പെനാൽറ്റി ഷൂട്ടൌട്ട് ടൂർണമെൻറ്റ് അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ KJ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് വാഴപ്പള്ളി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ധർമ്മൻ പറത്താട്ടിൽ, ക്ലബ്ബ് ഭാരവാഹികളായ OK ശശി, KK ഷൈൻവാസ്, ധനേഷ് മടത്തിപ്പറമ്പിൽ, സണ്ണി ആലുക്ക, ആന്റണി ചെറയത്ത് എന്നിവർ പ്രസംഗിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ബാലസംഘം, SFI, DYFI എന്നിവയുടെ കീഴ്പള്ളിക്കര തിരുത്തേക്കാട് യൂണിറ്റ് ആദരിച്ചു. അനുമോദന സദസ്സ് DYFI ചാർപ്പ് ബ്ലോക്ക് സെക്രട്ടറി ജിംഷാർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റൌഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈനി ബാലകൃഷ്ണൻ, ആനന്ദു K ദിനേഷ്, പ്രദീപ് കുമാർ TV, ഷൈജു KS, ചന്ദ്രശേഖരൻ KK എന്നിവർ സംസാരിച്ചു. വീടിൻ്റെ തൊട്ടടുത്ത് ഒരാൾ പട്ടിണി എടുക്കുന്നുണ്ടായി ഭക്ഷണം കഴിക്കാതെ. അയാളെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു ഗുണമില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരാൾ പട്ടിണി എടുക്കുന്നുണ്ട്, ഒരാൾ സഹായിക്കാതെ അത് പട്ടിണി എടുക്കുന്നുണ്ട്, അയാളെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തില്ലേ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. വിവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ പറയുന്ന ആളുകളൊക്കെ തന്നെ കണ്ടെത്തുകയും അവരൊക്കെ തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ മാറ്റിയെടുത്ത് സമൂഹത്തിൻ്റെ കൂടി ഉന്നമനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ ഉന്നമനത്തിൻ്റെ കൂടി ഭാഗമാകാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥികളും ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ. പ്രധാന വാർത്തകൾ വീണ്ടും. കാലവർഷം ഈ മാസം അവസാനത്തോടെ കേരളത്തിൽ എത്തിച്ചേരും. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട് നടന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.